നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പായസം മിക്സ് കൊണ്ടൊരു പായസം വയ്ക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനെൻ്റെ പായസം മിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 300 ഗ്രാം പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു പഴുത്ത തേങ്ങയുടെ ഒരു തേങ്ങ പിഴിഞ്ഞെടുത്ത പാൽ, ഇത് 1-2 പാലായിട്ട് ഒരുമിച്ചെടുത്തതാണ്. ഒരു 3/4 മൊന്തയിൽ പാലുണ്ട്. രണ്ടാം പാലെടുത്തിട്ടില്ല, ഒരു പാല് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 25 ഗ്രാം നെയ്യ്, 6 kgയുടെ. ഒരു 2 പാളയം കൂടെ ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഒരല്പം ഏലക്ക പൊടിച്ചത്. ഞാൻ സ്റ്റീൽ ഉരുളിയിലാണ് പായസം വയ്ക്കുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായസം വയ്ക്കുമ്പോൾ ഈ ചേരുവകളൊക്കെ ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 25 ഗ്രാം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പാത്രം ചൂടാകുമ്പോൾ ചെറിയ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ചെറിയ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടൊരു 25 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പകുതി പശുവും പാൽ ഒഴിച്ചു, പകുതി തേങ്ങാപ്പാൽ ഒഴിച്ചു. പാലൊന്ന് ചൂടാകണം. പാലൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് പായസം മിക്സ് അതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടി. അപ്പം നമ്മൾ 2 പാലും കൂടെ മിക്സ് ചെയ്താണ് ഒഴിച്ചത്. പശുവും പാലും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് പായസം മിക്സ് കൊടുക്കാം. പായസം മിക്സ് വെച്ച് പായസം വയ്ക്കുമ്പോൾ എല്ലാവരും തേങ്ങാപ്പാൽ ഉപയോഗിക്കാറില്ല, സാധാരണ പശുവും പാലാണ് പായസം വയ്ക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ മറ്റൊന്നും ചേർക്കേണ്ട എന്നാണ് അതിൻ്റെ പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. എന്നാലും നമ്മൾ അല്പം മണത്തിന് വേണ്ടി കുറച്ച് ഏലക്ക അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരല്പം ആ ടേസ്റ്റിൻ്റെ ഫ്ലേവർ ഒന്ന് പാലിൻ്റെയൊക്കെ ഒരു ചുവ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 ചെറിയ പഴം അതിലോട്ട് ചെറുതായിട്ട് നുറുക്കി കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ആദ്യം നെയ്യ് പരമാവധി ആരും ഒഴിക്കാറില്ല. ഞാനിപ്പോൾ ഒരു 25 ഗ്രാം നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യുടെയും പഴത്തിൻ്റെയും ഒരു ടേസ്റ്റ് പായസത്തിൽ കിട്ടും. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് പാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പാലൊന്ന് ഇളക്കി കൊടുക്കണം. പാൽ ചൂടായി, നമുക്ക് പായസം മിക്സും അതിലോട്ട് ഇട്ട് കൊടുക്കും. ഇതിൽ പഞ്ചസാരയും കാഷ്നട്ടും അണ്ടിപ്പരിപ്പും എല്ലാ സാധനവും മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴവും അല്പം എക്സ്ട്രാ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ പായസത്തിൻ്റെ ടേസ്റ്റ് പ്രത്യേകമായിരിക്കും. അപ്പം നമുക്കിനി ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ നമ്മൾ പായസം മിക്സ് തട്ടി, പായസം മിക്സ് ഇതിൽ ഇട്ടതിന് ശേഷം അങ്ങനെ വെച്ചിട്ട് മാറി നിൽക്കാൻ പാടില്ല, എങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് തന്നെ മാറാതെ ഈ പായസം മിക്സ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പായസം മിക്സ് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പകുതി പാൽ വീതം ഒഴിച്ചു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം തേങ്ങാപ്പാൽ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരല്പം പശുവും പാൽ മാറ്റി വെച്ചു. ബാക്കി പാലെല്ലാം ഒഴിച്ചു. അപ്പോൾ 10 മിനിറ്റ് മൊത്തം
30 മിനിറ്റാണ് പായസ മിക്സിൻ്റെ വേവ് പറയുന്നത്. ശരിക്കും 30 മിനിറ്റ് കൊണ്ട് ചെറിയ ഫ്ലെയിമിൽ പായസം റെഡിയാവില്ല. 40-45 മിനിറ്റ് എടുക്കും. എങ്കിൽ മാത്രമേ ഈ അട നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. 30 മിനിറ്റ് പാക്കറ്റിൽ പറയുന്നതാണ്. 30 മിനിറ്റ് കൊണ്ട് പായസം റെഡിയാവില്ല. ശരിക്കും അതിൻ്റെ കണക്കതാണ്. 40 മുതൽ 45 മിനിറ്റ് വരെ ഈ പാലട വെന്താൽ മാത്രമേ പായസ മിക്സ് റെഡിയാവുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ട്. 40 മിനിറ്റോളം വേവണം. അപ്പോൾ നമ്മൾ പായസ മിക്സ് അടുപ്പ് കത്തിച്ചിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. 30-35 മിനിറ്റായി. അട നന്നായിട്ട് വെന്തിട്ടില്ല. ഇനിയും അടയ്ക്ക് വേവുണ്ട്. അപ്പം ഞാനൊരല്പം തേങ്ങാപ്പാലും പശുവും പാലും മാറ്റി വെച്ചിരുന്നു. ആ പാലൂടെ ചേർക്കുകയാണ്. 45 മിനിറ്റ് ആയതുകൊണ്ട് 3 ഘട്ടമായിട്ടാണ് പാല് ഒഴിച്ച് തീർത്തത്. ഇനിയും നമുക്കൊരു 15 മിനിറ്റ് കൂടെ വേവുണ്ട്. 45 മിനിറ്റ് ആകുമ്പോൾ പാലട നന്നായിട്ട് വേവുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു 15 മിനിറ്റും കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് പായസം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പായസം മിക്സ് അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിച്ച് ഏകദേശം 50 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് പായസം റെഡിയാകാൻ വേണ്ടിയിട്ട്. അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ 50 മിനിറ്റ് ആയപ്പോഴാണ് അട വെന്തത്. പായസം നന്നായിട്ട് കട്ടിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതിൽ ഒരല്പം ഏലക്ക പൊടിച്ചത്, വലിയ സ്പൂണാണ്, ഞാനൊരു 1/4 സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കണം. 2 ചെറിയ പഴം നമ്മൾ മാറ്റി വെച്ചിരുന്നു. പാളയംകോടനാണ്. ഏത് പഴമാണോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം. പഴവും ഏലക്കയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ മിക്സ്ഡ് പായസം ഏലക്ക പൊടിച്ചതും ചേർത്ത് പഴം നുറുക്കിയതും ചേർത്തു നല്ല കട്ടിയായി. ഞാനിതിനെ ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സഡ് പായസം സൂപ്പറായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മിക്സഡ് പായസത്തിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര പാക്കറ്റിലുണ്ട്. രണ്ടാമത് ചേർത്ത് കഴിഞ്ഞാൽ മധുരം ഓവറായി പോവും, കഴിക്കാൻ പാടായിരിക്കും. അപ്പോൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സ്ട്രാ രണ്ടാമത് ചേർത്തത് ഏലക്ക പൊടിച്ചതും 2 ചെറിയ പഴവും. പഴം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. അതുപോലെ ഞാൻ ഫ്ലെയിം അണച്ചു. നമ്മുടെ പായസം മിക്സ് റെഡിയാവാൻ വേണ്ടിയിട്ട് 50 മിനിറ്റ് 50-55 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ടാണ് നമുക്ക് പാലട വെന്ത് കിട്ടിയത്. ഞാനൊരു ചെറിയ ഗ്ലാസ് ബൗളിലോട്ട് കുറച്ചെടുക്കുകയാണ്. നല്ല ചൂടാണ്, എങ്കിലും ഒരല്പം എടുത്ത് കഴിക്കാം. ഞാൻ തന്നെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിതുപോലെ പായസം മിക്സ് കൊണ്ട് പായസം റെഡിയാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഈ പായസം തന്നെ പലവരും പല റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ പാൽപ്പായസം വയ്ക്കുമ്പോൾ തേങ്ങാപ്പാലും പശുവിൻ പാലും കൂടെ ഒരു 1.25 ലിറ്റർ പാലെങ്കിലും എടുക്കണം. എങ്കിൽ മാത്രമേ പാലട നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. 1.25 ലിറ്റർ പാല്, ഒരു പാക്കറ്റ്, ഒരു പായസം മിക്സിൻ്റെ പാക്കറ്റിൻ്റെ പാലട വെന്ത് പായസം റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് 1.25 ലിറ്റർ പാല് രണ്ടും കൂടെ എടുക്കുക. ഒരല്പം പായസം നന്നായിട്ട് ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക്, കട്ടിയില്ലാതെ വേണമെന്നുള്ളവർ 1.5 ലിറ്റർ പാലെങ്കിലും എടുക്കണം. അപ്പോൾ മാത്രമേ പാലട വെന്ത് വരുമ്പോൾ കുറുകി വരുമ്പോൾ പായസത്തിൻ്റെ കണക്ക് കറക്റ്റായിരിക്കും.